ഹരി ഓം. ദശകം 39, ശ്ലോകം 4. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വതനുജാമജാമുപലപട്ടകേപിഷ്ടവാൻ. പദച്ഛേദം നോക്കാം. ധ്രുവം കപട ശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരികാം ഭഗിനികാ കര ആലിംഗിതാം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം. ദ്യുപഃ നളിനികാ അന്തരാത് ഇവ മൃണാളികാം ആക്ഷിപൻ അയം ത്വത് അനുജാം അജാം ഉപല പട്ടകേ പിഷ്ടവാൻ. ദ്യുപഃ നളിനികാ അന്തരാത് ഇവ മൃണാളികാം ആക്ഷിപൻ അയം ത്വത് അനുജാം അജാം ഉപല പട്ടകേ പിഷ്ടവാൻ. ദ്യുവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വതനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം. ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വതനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. ദശകം 39 ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകം 4 കംസൻ ദേവകിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയിട്ട് ആ പാറമേലടിക്കുന്നതാണ് പറയുന്നത്. അസൗ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് ഇതി അയം ഭഗിനികാകരാലിംഗിതാം കിശോരികാം. ദ്യുപഃ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപൻ അജാം ത്വതനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അസൗ ധ്രുവം, ഇത് തീർച്ചയായും കപടശാലിനഃ മധുഹരസ്യ, ആ കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാഭവേത്, മായാപ്രയോഗമായിരിക്കും. ഇത് തീർച്ചയായിട്ടും കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രയോഗമായിരിക്കും. ഇതി അയം, എന്നുറച്ച് ആ കംസൻ ഭഗിനികാകരാലിംഗിതാം കിശോരികാം, ആ സഹോദരി, തൻ്റെ തന്നെ സഹോദരിയുടെ കൈകളിൽ ഇങ്ങനെ അടക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിരുന്ന ആ പെൺപൈതലിനെ, ആ കൊച്ചു കുഞ്ഞിനെ, അതാണ് ഇതി അയം ഭഗിനികാകരാലിംഗിതാം കിശോരികാം. ഇതി അയം എന്ന് വെച്ചാൽ എന്ന് തീരുമാനിച്ച്, എന്നുറച്ച് ആ കംസൻ സഹോദരി തൻ്റെ കൈകളിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന പെൺപൈതലിനെ ദ്യുപഃ നളിനികാന്തരാത്, ദ്യുപഃ ആന താമരപ്പൊയ്കയിൽ നിന്ന് മൃണാളികാം ഇവ ആക്ഷിപൻ, ഇളം താമരവളയത്തെ എന്ന പോലെ എന്തു ചെയ്തു, ആക്ഷിപൻ പിടിച്ചു പറിച്ച് അജാം ത്വതനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അജാം എന്ന് പറഞ്ഞാൽ ജനനവും മരണവുമില്ലാത്തവൻ. അപ്പോൾ ആ ജനന മരണങ്ങളില്ലാത്ത ത്വത അനുജാം, നിന്തിരുവടിയുടെ അനുജത്തിയെ ഉപലപട്ടകേ പിഷ്ടവാൻ, പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. ഭട്ടതിരിപ്പാട് പറയുന്നു, അനന്തരം ഈ പെൺകുഞ്ഞ് വ്യാജ സ്വഭാവക്കാരനായ മഹാവിഷ്ണുവിൻ്റെ മായ തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് കംസൻ തൻ്റെ സഹോദരിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ ആന എങ്ങനെയാണോ താമരപ്പൊയ്കയുടെ നടുവിൽ നിൽക്കുന്ന താമരപ്പൂവിനെ പിടിച്ചു പറിക്കുന്നത് എന്നതുപോലെ
എന്നുവെച്ചാൽ ആന താമരപ്പൊയ്കയുടെ നടുവിൽ നിൽക്കുന്ന താമരപ്പൂവിനെ എന്ന പോലെ പിടിച്ചു വലിച്ചു പറിച്ചിട്ട് കംസൻ അതിനെ വട്ടക്കല്ലിൽ ആഞ്ഞടിച്ചു. ഈ മഹാവിഷ്ണു പെൺകുട്ടിയുടെ എടുത്തിരിക്കുന്നത് ഇത് പെൺകുഞ്ഞാണല്ലോ. അതുകൊണ്ട് തൻ്റെ മരണത്തിന് ഇവൾ കാരണക്കാരിയാവുകയില്ല എന്ന ചിന്തയിൽ അതിനെ താൻ എന്ന് പറഞ്ഞാൽ കംസൻ കൊല്ലാതെ വെറുതെ വിടുമായിരിക്കും, കൊല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കംസൻ തീരുമാനിച്ചു. അപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ മായയായിരിക്കും ഇത്, ആൺകുട്ടിയല്ലാതെ പെൺകുട്ടിയായിട്ട് ജനിച്ചു വന്നത്. ഈ കംസൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ പെൺകുട്ടി ആയതുകൊണ്ട് അതിനെ കൊല്ലാതെ വിടണം എന്ന് തീരുമാനിച്ചിട്ടായിനെന്ന് കംസൻ സ്വമേധയാ തീരുമാനിച്ചിട്ട് ഇത് പെൺകുഞ്ഞാണെങ്കിലും അതിനെ ഞാൻ കൊല്ലും എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്യുപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേപിഷ്ടവാൻ.